ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കല്യാണ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ കല്യാണ തലേന്നുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കല്യാണ തലേന്ന് രാവിലെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പുറപ്പെടുന്നത് കേട്ടോ. അപ്പം ഞാനും എൻ്റെ അമ്മയും പിന്നെ ഇക്കാൻ്റെ അമ്മയും പിന്നെ റൈമോള്, തനിമോള്, അതുപോലെ ഞങ്ങളെ ഫാമിലി കേട്ടോ, ബ്രദറും സിസ്റ്ററും അങ്ങനെ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബസ്സിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചെറുപ്പുളശ്ശേരി സ്റ്റാൻഡിലെത്തിയ സമയത്ത് കടലയും അതുപോലെ തന്നെ മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്സിൽ ഇങ്ങനെ കൊണ്ടുവരില്ലേ, അപ്പോൾ വാങ്ങിയതാണ്. അപ്പം ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു രസമാണല്ലോ. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് വല്ലപ്പുഴയാണ് കേട്ടോ. വല്ലപ്പുഴയാണ് വീട്. മൂത്തമ്മാൻ്റെ പേരക്കുട്ടിയുടെ കല്യാണമാണ്, അതായത് താത്താൻ്റെ മകളുടെ കല്യാണമാണ്. അതിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതുപോലെയൊക്കെ നമ്മൾ അപൂർവമായിട്ടേ കാണുള്ളൂ. എല്ലാ ഭാഗത്തും ഇതുപോലെയൊന്നും കാണില്ലല്ലോ. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ പാടമൊക്കെ നിരപ്പാക്കി വീടൊക്കെ വെച്ചിരിക്കുകയല്ലേ. അത് കാരണം കൊണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പാടത്തൊക്കെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പം ഞങ്ങൾ റോഡിൽ നിന്നും പാടവരമ്പത്ത് കൂടെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള വഴിയുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ടുള്ള വണ്ടിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. ഇല്ലാതെ ഞങ്ങളിപ്പോൾ ബസ്സിലല്ലേ വന്നത്. അപ്പോൾ എളുപ്പ വഴിയിലൂടെ ഞങ്ങൾ പോകുന്നു തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ കണ്ടോ നിറയെ മയിലിനെയൊക്കെ കാണാനുണ്ട് കേട്ടോ. അവിടെ പാടത്തൊക്കെ ഇങ്ങനെ മയിലൊക്കെ പീലി വിടർത്തി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നോക്കുമ്പോൾ ഇതാ മരത്തിലും മയിൽ നിൽക്കുന്നു. അപ്പോൾ മരത്തിൽ നല്ല വലിയ മയിലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് അവരുടെ താവളാണെന്ന് തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാടമൊക്കെ കഴിഞ്ഞ് ഇതാ മണ്ണിട്ടൊരു വഴി കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലുള്ള വഴിയിലൊക്കെ പോയുള്ള പരിചയമുള്ളൂ കേട്ടോ. ഇപ്പോഴൊക്കെ എല്ലാ ഭാഗത്തും ടാറും അതുപോലെ തന്നെ കോൺക്രീറ്റൊക്കെ ഇട്ട കാരണം കൊണ്ട് ആ വഴിയൊന്നും നമ്മൾ അധികം കാണാറില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ വഴിയിലൂടെ പോകുമ്പോൾ അതാ കാണുന്നതാണ് കല്യാണ വീട്. അപ്പോൾ ഉമ്മയും റൈമോളൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സ്വീകരിക്കാനായിട്ട് ഇവിടെ ഇതാ ബ്രദർ നിൽക്കുന്നുണ്ട് കേട്ടോ. അവൻ വടിയായിട്ടുള്ള അവരിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്നവർക്കൊക്കെ ഓരോ അടി കൊടുത്താണ് കേട്ടോ അവർ സ്വീകരിക്കുന്നത്. ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നുണ്ടോ. അപ്പം ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വീടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. പിന്നെ ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെയും തലേ ദിവസം തന്നെ എളാമയും എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട് നിറച്ച ആൾക്കാരാണ്. പിന്നെ അത്ര വലിയ വീടൊന്നുമല്ല കേട്ടോ, ചെറിയ വീട് തന്നെയാണ്. വലിയ സൗകര്യവും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് അനിയത്തിയുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നത് എന്താ സ്വർണം കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ ഒരുപാടൊന്നുമില്ല, ഒരു 6 പവൻ തന്നെ ഉള്ളൂ. പിന്നെ 6 പവൻ ഇന്നത്തെ കാലത്ത് വലുത് തന്നെയാണ്. പഴയ സ്വർണ്ണവിലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വലുത് തന്നെയാണല്ലോ. അപ്പോൾ ഇതാ പുതിവണ്ണ് ഇവിടെ മെയിലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആർഭാടമൊന്നുമുള്ള കല്യാണമൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയൊരു കല്യാണമാണ്. ഒരുപാട് ആഘോഷങ്ങളും അങ്ങനെയൊന്നുമില്ല കേട്ടോ. മെയിലാഞ്ചിയൊക്കെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. തലേ ദിവസത്തെ പരിപാടികളൊക്കെ, പിന്നെ വലിയ പരിപാടികളൊന്നുമില്ല. അങ്ങനെ ഇതാ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറും ഇറച്ചിക്കറിയാണ് കേട്ടോ, ചിക്കൻ കറിയാണ്. നെയ്ച്ചോറാണ് വെക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെയാണ് മെയിലാഞ്ചി ഉള്ളത്. അതുകൊണ്ട് വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് ചോറ് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പം ഞാൻ കുട്ടികൾക്ക് മെയിലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ കുട്ടികളും വന്നിട്ട് എനിക്കിട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളല്ലേ, അവരുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തനിമോള് ആർക്കും മെയിലാഞ്ചി ഇട്ട് കൊടുക്കാനും അയക്കുന്നുണ്ടായിരുന്നില്ല. എന്നെ ഒരു നേരം അവിടെ ഇരിക്കാനായിട്ട് അവൾ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു.
പിന്നെ എനിക്ക് ആകെ 2 കുട്ടികൾക്കേ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അവൾ കരയുന്നത് കാരണം ഞാൻ അവിടെ ഇട്ടിട്ട് പോയി പകുതിയാക്കി കൊടുത്തു കേട്ടോ കുട്ടികൾക്ക്. ബാക്കി പിന്നെ വേറെ ഓരോരുത്തർ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ പുതുവണ്ണൊക്കെ കയ്യിൽ ഫുള്ളായിട്ട് മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും തന്നെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ അവൾ ചെക്കൻ്റെ പേര് എഴുതിയതാണ് കേട്ടോ അവിടെ. അത് ശരിക്കും നൗഫൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ലെറ്റേഴ്സും ഉണ്ടെന്നുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് ആ ലെറ്റേഴ്സിനെ നമ്മൾ കൂട്ടി വായിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഇപ്പോൾ ദാ പുതുവെണ്ണിനെയൊക്കെ ഒരു രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണ് കേട്ടോ ഒരുക്കി കൊടുത്തത്. തലേ ദിവസം ഞാനാണ് ഒരുക്കി കൊടുത്തത്. അതിൻ്റെ കുറച്ച് കുറവുകൾ തന്നെയുള്ളൂ. പിന്നെ അവൾക്ക് കുറച്ച് നിറമുള്ള കാരണം കൊണ്ട് വലിയ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. എന്തായാലും ഒരുക്കിയത് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ജസ്റ്റ് കൺമഷി പൗഡർ ഇട്ട് കൊടുത്തു, ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു, അങ്ങനെ ചെറിയൊരു മേക്കപ്പേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഓവറാക്കണ്ടെന്ന് എഴുതിയിട്ട് ഒന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോൾ തലേ ദിവസം അവൾ ചുരിദാറാണ് ഇട്ടത്. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും അധികം ഇട്ടിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോരുത്തർ രാത്രി വരുന്ന ഓരോരുത്തർ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ തലേ ദിവസമാണെങ്കിലും കുട്ടികളും എല്ലാവരുമായിട്ട് നല്ല ബഹളമായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ് അവർ. പിന്നെ കുട്ടികളെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അവർ നല്ല ഹാപ്പിയിലാണ്. തനിമോള് മാത്രമാണ് ഹാപ്പി അല്ലാതിരുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് എല്ലാവരെയും കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര വാശിയായിരുന്നു. അവൾക്ക് എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവാറില്ല. ഇപ്പോൾ കല്യാണമല്ലേ, അപ്പോൾ എല്ലാവരും നിറയെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതാ അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലുള്ളവർ കഴിക്കാനായിട്ടിരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും തന്നെ കൂടിയിരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഫാമിലി എല്ലാവരും കൂടുന്ന സമയത്ത് നല്ലൊരു വൈബാണല്ലേ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. പിന്നെ ഓരോരുത്തരും ഞാൻ ക്യാമറ കൊണ്ടുപോകുന്ന സമയത്ത് ഓരോരുത്തരും മുഖം പൊത്തിയിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. എൻ്റെ മുഖം കാണണ്ട എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ദാ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ ഇതാണ് വീടിൻ്റെ രാത്രിക്കത്തെ ഒരു കാഴ്ച കേട്ടോ. LED ബൾബൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ വീടൊക്കെ കാണാനായിട്ട്. അപ്പോൾ താത്ത വന്നിട്ട് ഇനി വലിയ ആൾക്കാരൊക്കെ മൈലാഞ്ചി ഇടുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടിരുന്ന് മൈലാഞ്ചി ഇടുകയാണ്. അപ്പോൾ നമുക്കൊക്കെ എല്ലാം കഴിഞ്ഞ് ഒഴിഞ്ഞിരുന്നിട്ടല്ലേ നമുക്ക് മൈലാഞ്ചിയൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടില്ല കേട്ടോ. എനിക്ക് മൈലാഞ്ചി ഇടാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ തനിമോള് കരയുന്നത് കൊണ്ട് ഞാൻ മൈലാഞ്ചി ഇട്ടില്ല, ഒന്നും ചെയ്തില്ല. എനിക്ക് ഒന്നിനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ താത്ത ഇട്ട് കൊടുത്തതാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ രാത്രി ആയപ്പോൾ കടക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ അടുത്ത് തന്നെയാണ് താത്താൻ്റെ വീട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടെയാണ് രാത്രി കിടന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മൈലാഞ്ചി വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.